വാദ്യലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു 7 വയസ്സുകാരൻ ചേർത്തല ചെറുവിഴ സ്വദേശിയായ വാസുദേവ് മാരാറാണ് 7ാം വയസ്സിൽ ചെണ്ടമേളത്തിൽ തുടക്കം കുറിച്ചത്. മേള കലാകാരന്മാരായ കുടുംബാംഗങ്ങളിൽ നിന്നുമാണ് ഈ മിടുക്കൻ വിദ്യ അഭ്യസിച്ചത്. ഏഴു വയസ്സാണ് വസുദേവിന് പ്രായം. മുതിർന്നവരോടൊപ്പം പരിപാടികളിൽ കുട്ടിച്ചണ്ടയും തൂക്കി വസുദേവും കൊട്ടിക്കയറും. മേള കലാകാരന്മാരായ കുടുംബാംഗങ്ങളിൽ നിന്നും പ്രചോദിതനായാണ് ചെണ്ടമേളത്തിലേക്ക് വസുദേവും ചുവടുവെച്ചത്. 3 വയസ്സ് മുതൽ മേളത്തിൽ താല്പര്യം കാണിച്ചതോടെ അച്ഛനും സഹോദരങ്ങളും കുട്ടിക്ക് ഒരു ചെറിയ ചെണ്ടയും നൽകി. ബാക്കിയെല്ലാം സ്വയം പഠിച്ചെടുക്കുകയായിരുന്നു. 3 വയസ്സാകുമ്പോൾ തന്നെ കൊട്ടനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ തൊട്ടന്നെ പുള്ളി പതുക്കെ ഇടയ്ക്ക ഇങ്ങനെ തോളത്തിട്ടാൻ ചെയ്യെങ്കിൽ അലത്താളം ഇങ്ങനെ കൊട്ടാൻ വന്നു. പിന്നെ പതുക്കെ ചെണ്ട വേണമെന്ന് നമ്മളെ കൊട്ടണ ചെണ്ട താഴത്ത് വയ്ക്കുമ്പോൾ അത് കൊട്ടുക. പിന്നെ അങ്ങനെ പതുക്കെ തോളത്തിടാൻ തുടങ്ങി. പിന്നെ പുള്ളിക്ക് ഇതിനോട് ഉത്സാഹം കൂടിയപ്പോൾ നമ്മളൊരു ചെണ്ട പുള്ളിയുടെ പാകത്തിന് നമ്മൾ കൊട്ടുന്ന ചെണ്ട പോലെ തന്നെ ചെണ്ട ഒരെണ്ണം ഉണ്ടാക്കി അവന് കൊടുത്തു. അപ്പം നമ്മുടെ പോയി ഇരുന്ന് പഠിത്തമൊന്നുമല്ല, നമ്മുടെ നടന്ന് കുട്ടികളുടെ പഠിത്തമാണ്. ഇടക്കയും ചേങ്ങിലയും ഇലത്താളവും വസുദേവിന് വഴങ്ങും. പഞ്ചാരിയിലെ 3ഉം 4ഉം ഈ 7 വയസ്സുകാരൻ്റെ കയ്യിൽ ഭദ്രം. അത്യാവശ്യം പഞ്ചാരി 3ഉം 4ഉം 5ഉം കൊട്ടും. പൂർണ്ണമായിട്ടല്ല, എന്നാലും അത്യാവശ്യം 3, 4, 5 കൊട്ടും. ചെമ്പട വട്ടം, പിന്നെ പഞ്ചവാദിന് തിമിലപ്പാണി കൊട്ടും, പഞ്ചവാദ്യം കൊട്ടും. പിന്നെ കൊട്ടിപ്പാടി സേവ 2-3 കീർത്തനങ്ങൾ പഠിച്ചു. ഇടയ്ക്ക് കൊട്ടി പഠിക്കുന്നു. ഇപ്പോൾ തിരുവിഴാമ്പലം, ചേർത്തല അമ്പലം ഇവിടെ കുട്ടിയിട്ടുണ്ട്. ചെണ്ട സ്കൂളിലൊക്കെ പരിപാടിക്ക് വിളിക്കും. ചേർത്തല ചെറുവിഴ സ്വദേശികളായ ദിലീപ് കുമാർ, പ്രിയങ്ക ദമ്പതികളുടെ മകനാണ് വസുദേവ്. അച്ഛന്റെയും പിതൃ സഹോദരന്മാർക്കുമൊപ്പം നിരവധി വേദികളിൽ ഈ 7 വയസ്സുകാരൻ ഇതിനോടകം മേളവിസ്മയം തീർത്തിട്ടുണ്ട്. ജനം, കൊച്ചി.